ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജീസ് ക്യാഷ് ടോക്ക്, എ ടോക്ക് റിലേറ്റഡ് ടു ക്യാഷ്. നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെ ഗോളിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ. റിട്ടയർമെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീക്കിലൊക്കെ. അപ്പോൾ എഡ്യൂക്കേഷൻ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കൺഗ്രാജുലേഷൻ ടു ഓൾ ദ കിഡ്സ്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഇന്ന് വളരെ ആവേശത്തിലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗിഫ്റ്റ് ഇന്ന് കൊടുക്കാൻ പറ്റുന്നത് അവരുടെ പേരിൽ അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുന്ന തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആസ് എ പേരൻറ്റ് നമ്മുടെ ഡ്രീമാണ് കുട്ടികൾക്ക് ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. മികച്ച എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാകുമ്പോൾ നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ ഫണ്ട് ആവശ്യമാവും. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഡിഫൈൻ ദ എഡ്യൂക്കേഷൻ ഗോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം ഗോൾ ഡിഫൈൻ ചെയ്യണം. കുട്ടി പഠിക്കാൻ പോകുന്നത് എവിടെയാണ്, എന്താണ് പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ലൊക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ എത്ര ഫീസ്, ട്യൂഷൻ ഫീസ് എവിടെയാണ്, അതൊക്കെ അറിയണം. നമ്മളിപ്പോൾ ഞാനത് പൊതുവെ കസ്റ്റമറോട് സംസാരിക്കുന്നത് നിങ്ങളെ കുട്ടി കാനഡയിലാണോ അല്ല കന്നഡയിലാണോ പഠിക്കുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ലൊക്കേഷൻസിലാണ് നമ്മൾ പഠിക്കുക, അതിനനുസരിച്ചിട്ടായിരിക്കും എഡ്യൂക്കേഷൻ കോസ്റ്റ് വരിക. Then calculate their fee. Future cost of education is very important. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് ഡീറ്റെയിലിംഗ് ആണ് നമ്മുടെ ഒരു ചൈൽഡ് ഫെസ്റ്റ് എന്നുള്ള കൃത്യമായൊരു പ്രൊജക്റ്റിലൂടെ മുന്നിൽ പോകും. അപ്പോൾ നമ്മൾ ആ 15 വർഷത്തിന് ശേഷം ഫ്യൂച്ചർ കോസ്റ്റ് എത്രയായിരിക്കും നമ്മൾ കൃത്യമായിട്ട് അറിയണം. അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. പ്രയോറിറ്റൈസ് ലിക്വിഡിറ്റി ഉള്ളതോ അല്ല പ്രൊട്ടക്ഷനോട് കൂടിയതായിരിക്കണം നമ്മൾ കൃത്യമായ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത്. കാരണം നമുക്ക് ഒരിക്കലും റിസ്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ഷുവർ ഇവൻ്റ് ആണ്. നമുക്ക് ഗ്യാരണ്ടീഡ് ആയ ഒരു ഫണ്ട് കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷന് വേണം. ദെൻ ചൂസ് ദ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും നിങ്ങളെ വലിയ ഇൻട്രസ്റ്റിൻ്റെ റിട്ടേണിൻ്റെ കാര്യം പറഞ്ഞ് കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ വി ഹാവ് ടു റിവ്യൂ ഇറ്റ്. നമ്മൾ നോക്കണം എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സിറ്റുവേഷൻസ് എങ്ങനെയാണ്, അതിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ചില മാറ്റങ്ങളും കറക്ഷൻസ് വേണമെങ്കിൽ അത് മാറ്റണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങളെ സഹായിക്കുന്ന വളരെ ഫാബുലസ് ആയ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ചൈൽഡ് ഫെസ്റ്റ്. ഒട്ടേറെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പാരൻസിനെ സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ചൈൽഡ് ഫെസ്റ്റ്. അതിൽ നമ്മൾ കൃത്യമായി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാനിങ് റിപ്പോർട്ട്സ് കൊടുക്കുക. ഡെഫിനറ്റ്ലി വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം വൺസ് അഗൈൻ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. താങ്ക് യു.